ഒരാശുലഭ പുസ്തകം. ഗർഭകാല വ്യായാമങ്ങൾ. ജഗതു പിള്ളസാറിന്റെ ചൂണ്ടിയതാ. ഇത് നോക്കി ചെയ്താൽ മതി. 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. വൃത്തിയുള്ള തറയിൽ വൃത്തിയായിട്ടിരിക്കുക. എന്നിട്ട് പിന്നോട്ട് മലരുക. 2 കാലും ഒരേപോലെ പൊക്കി തലയുടെ പിൻഭാഗത്ത് തുടങ്ങിയത് വ്യായാമത്തിലായിരുന്നു, അവസാനിച്ച വ്യായാമത്തിലല്ല. ഐറ്റം നമ്പർ 2 വേണ്ട, ഞങ്ങൾ രാവിലെ TV കണ്ട് ചെയ്തോളാം. അയ്യോ, അതൊന്നും കയറി ചെയ്തോളരുത്. അതൊക്കെ ഗർഭം ഇല്ലാത്ത സ്ത്രീകൾക്കുള്ളതാ, അപകടമാണ്. കാസർഗോഡ് ലിങ്ക് വരുമ്പം ഗർഭമുള്ള സ്ത്രീകൾക്കുള്ള വ്യായാമങ്ങൾ വരും, അപ്പൊ ചെയ്താൽ മതി. അന്നേരത്തേക്ക് ഇതുപോലെ സെറ്റപ്പ് ചെയ്ത് പോയി. സുധു ഒന്ന് പോകുന്നുണ്ടോ? അതെ, ഞാൻ പോവാ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരട്ടെ. ഓക്കേ. ഡെയ്സി ആന്റിയല്ലേ ഇവിടെ കൂട്ടിനിടക്കുന്നത്? നിങ്ങളുടെ മറ്റേ സ്വഭാവം ഇവിടെ ഇറക്കരുത്. കൂർക്കമ്പലി അമ്മാള് കേട്ടിട്ടല്ലോ, 7 നിലയിലാ കൂർക്കമ്പലി. എന്റെ അമ്മേ, ഇതിലും ഭേദമാ കട്ടവണ്ടി. ഈശ്വര, ടിറ്റോ ഇതൊന്നും അറിയില്ലേ. വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. അമ്മാൾ. എന്തു പറ്റി ഗോപ? മേജറുടെ മകൻ മരിച്ചു. ആര്? ടിറ്റോയോ? അണ്ണാ, ഒരു ടിക്കറ്റ് എടുക്കണം പ്ലെയിന്. പിന്നെ കപ്പലണ്ടി മുട്ടായും. നിനക്കോ? ഒന്നും വേണ്ട. ഡ്രസ് കേട്ടോ അങ്കിളെ. ഇതാരാ? ഒന്ന് വെളിയിൽ പോയേ. ഞങ്ങള് വീട്ടുകാര്യം പറയുമ്പം ഇങ്ങനെ വന്ന് നിക്കാവോ? മര്യാദ വേണ്ടേ? ഓ, വെളിയിൽ പോയേ. പോകാൻ. എടാ അച്ചായ, നിനക്ക് സാമ്പാറും അവിയലൊന്നും പോരാ അല്ലേ? ഇറച്ചിയും മീനും വേണം അല്ലേ? എന്താ അവിടെ കറങ്ങി നിൽക്കുന്നേ? ഓഫീസിൽ പോണ്ടേ? പോയേ. വരട്ടെ. ഞാൻ പോയി ശവനം നിൽക്കാവേ. നിൽക്കട്ടെ, എന്നിട്ട് വരാവൂ. അച്ചായാ, റെഡിയാ? റെഡിന്ന് പറ. റെഡി. എന്നാ വാ. വാ. അച്ഛയാ, വൈകിട്ട് നേരത്തെ വരണം. വരുമ്പോ കുറച്ച് കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചോ. എന്നെ വിട്ടെ, നിന്നെ ഇന്ന് ഞാൻ ബോംബെക്ക് അയക്കുന്നുണ്ട്. നീ ടിറ്റോ ആണെന്ന് വിചാരിച്ചിരിക്കുക. ഭേദാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? താളം തെറ്റിയ മനസ്സാണ്. അവളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുക, അല്ലാണ്ട് എന്താ ചെയ്യാ?
ഡോക്ടർ അറസ്റ്റ് ചെയ്യണം. അടിക്കണ്ട, വരട്ടെ മതി. മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല മോളെ പ്ലീസ്. എനിക്ക് അസുഖമൊന്നുമില്ല. മരുന്ന് കഴിക്കാൻ ഞാൻ കഴിക്കത്തില്ല. അച്ഛൻ പോവാ. അയ്യോ അച്ഛായ പോലെ. മരുന്ന് കഴിക്കുമോ? മരുന്ന് കഴിക്കുമോ? ആ കഴിക്കാം. എന്നെ പിടിക്കാതെ. ഞാൻ പിടിച്ചില്ലല്ലോ. എന്താ എന്റെ ഞാൻ എപ്പോഴും ഛർദിക്കുന്നേ? ഒന്നുമില്ല, ഇന്നലെ കഴിച്ചത് വല്ലതും ദഹിക്കാത്തതാവും. അച്ഛൻ പറയുന്നേക്ക്, അച്ഛൻ പറയുന്നേക്ക്. സിസ്റ്റർ ബാൻഡേജ് ഉണ്ടല്ലോ? ഉണ്ട്. കൈ രണ്ട് സോഫ്റ്റ് ആയിട്ട് കട്ടിൽ കെട്ടിയിടണം. കെട്ടഴിയരുത്. ഡോക്ടർ അത് വേണോ? മയക്കത്തിലാണെങ്കിലും വയറ്റിലിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഇപ്പൊ അറിയില്ല, സെഡേഷല്ല, ഉറങ്ങിക്കൊള്ളും. അളിയ, ഇനി എന്നെ കൊണ്ടത് പറ്റില്ല. എനിക്ക് വയ്യ. പോടാ, എല്ലാം തമാശയായിട്ട് എടുക്കരുത്. ടിറ്റോ, എന്തിനാടാ നീ എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിക്കുന്നത്? എനിക്ക് നീയാകാൻ പറ്റില്ലടാ. എനിക്ക് നീയാകാൻ പറ്റില്ലടാ. ഞാൻ എന്ത് വേണം നീ പറ. ഞാൻ എന്ത് വേണം നീ പറ. പറടാ ടിറ്റോ, പറ. നീ പറ. കരയല്ലേ അയ്യേ, ലെറ്റ് ഹർ ക്രൈ. അവര് കരയട്ടെ. നിങ്ങളെല്ലാം ഒന്ന് പുറത്തോട്ട് പോയി പ്ലീസ്. യു ഓൾസോ പ്ലീസ്. ഡോക്ടർ, മോന്റെ ഡാഡി മരിച്ചുപോയി. അതാ മമ്മി കരഞ്ഞത്.
അല്ലാതെ മോനോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. ഇനി മമ്മി കരയത്തില്ല, ഇനി മമ്മി കരയത്തില്ല. വാവാവോ 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 വാവാവോ. അങ്കിളുടെ മിലിറ്ററി താരാട്ട് കേട്ട അവൻ കരയും. മോനെ മോനെ മോനെ, ഈ അങ്കിളിനെ കണ്ടോ? സ്വതു അങ്കിൾ, അങ്കിൾ സ്വതു. മോന് പാല് കൊടുക്കാൻ സമയമില്ലേ? പാല് കുച്ചിനോ? പാല് കുച്ചിട്ട് വന്നിട്ട് പിന്നെ ഒറ്റണം പറയാം. അങ്കിൾ, നമുക്കും വല്ലതും കൂച്ചണ്ടേ? സ്വതു, അതെ ഞാന് നിർത്തി. അനുവാദം ചോദിക്കാതെ മനസ്സ് ഫിഫിയുമായി വല്ലാതെ അടുത്തുപോയി. നേരിട്ട് പറയാനൊരു മടി. ഒരു കത്തെഴുതി കൊടുക്കട്ടെ? പ്രിയപ്പെട്ട ഫിഫി, ഫിഫിയുടെ കല്യാണം കഴിയുന്നതോടെങ്കിലും ഈ വീടിനൊരു താളം ഉണ്ടാകണം. എന്റെ മനസ്സ് എന്നും ഒരു കൂടായിരുന്നു. മിണ്ടാത്ത മനസ്സ്. മനസ്സമ്മതം കഴിഞ്ഞാൽ ഉടനെ കല്യാണം. ഡിസംബറിൽ അവൻ സ്റ്റേറ്റ്സിൽ പോകാനിരിക്കുക. ടിറ്റോ എന്റെ അടുത്തുണ്ട്. അവനറിഞ്ഞാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഫിഫിമോളുടെ കല്യാണത്തിന് കൂടാൻ എന്റെ ടിറ്റോ ഇല്ല. ആ ഒരു കുറവേ ഉള്ളൂ. ഫിഫി, ഞാൻ തന്നെ കല്യാണം കഴിക്കട്ടെ? ജോണിക്ക് ഫിഫിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫിഫി മുകളിലുണ്ട്. എഴുതിയത് തെറ്റാണെങ്കിൽ മനസ്സിന്റെ വിവരക്കേടായി കരുതി ക്ഷമിക്കുക. ഫിലോമിനയുടെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി. ഫോട്ടോയ്ക്ക് ജീവനില്ലല്ലോ. ജീവനുള്ള എന്നെ ജോണി മനസ്സിലാക്കണം. എന്റെ കഴിഞ്ഞ കാലം ജോണി അറിയണം. എന്തറിയാനാ? കഴിഞ്ഞ കാലത്ത് താൻ ആരെയെങ്കിലും സ്നേഹിച്ചു കാണും, അയാൾ വേറെ കല്യാണം കഴിച്ചു കാണും. അത്രയൊക്കെയല്ലേ ഉള്ളൂ. അല്ല, അതിനും അപ്പുറത്ത്, വളരെ വളരെ അപ്പുറത്ത് ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞാൻ ഗർഭിണിയായി. നോ നോ നോ. മേജർ ഫ്രാൻസിസിന്റെ വീട്, ഹോം, സ്റ്റുപ്പിഡ് ഹോം. പരേതനായ പട്ടാളക്കാരന്റെ ഒരു നല്ല ശവക്കല്ലറ പോലും അല്ലല്ലോ ഇത്. ഇറ്റ് ഈസ് വേഴ്സ് ദാൻ ദാറ്റ്, വേഴ്സ് ദാൻ ദാറ്റ്. മോനെ ടിറ്റോ, വേർ ആർ യു യാർ? വേർ ആർ യു യാർ? ഞാൻ വീട്ടിൽ പോയി. ഇന്ന് ഞങ്ങളുടെ ബാച്ചിന്റെ പാസിംഗ് ഔട്ടായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഇത്ര ഫോർമലാണോ? ഫിഫി, മനസ്സ് തന്നെ സ്നേഹിക്കാൻ പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും കാലം മരിച്ചുപോയ അച്ഛനെ അമ്മയെ മനസ്സിൽ കൂടിയിരുത്തി ഇല്ലാത്ത ഗ്രഹാരമുറ്റത്ത് എനിക്കറിയാൻ പാടില്ലാത്ത ആട്ടിക്കോലം വരയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. ഒന്നും ആയില്ല. കോലം മാഞ്ഞുപോയി. അഗ്രാരട്ടിലായി. അല്പം വിളിച്ചു നിന്നൂടെ? ഐ ലവ് യു ഫിഫി. നമുക്കൊരുമിച്ച് ജീവിക്കണം. ഞാൻ പോട്ടെ. ഫിഫി, എന്നെ സ്നേഹിക്കാൻ എനിക്ക് എന്റെ അച്ചായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവിന് പോലും എന്നോട് സഹതാപമേ ഉള്ളൂ, സ്നേഹമില്ല. എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. ദയവേത് ഇനി ഈ കാര്യം എന്നോട് പറയരുത്.
അണ്ണന് മലപ്പുറത്ത് പോസ്റ്റിംഗ് ആയി. ഫിഫി, പണ്ട് നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഈ വീട്ടിലേക്ക് വന്ന നീ എൻ്റെ അണ്ണനെ നോക്കിക്കോളാമെന്ന്. അണ്ണന് നിന്നെ ഇഷ്ട. ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി ജീവിച്ച അണ്ണന് വേദന മാത്രമേ ഇന്ന് വരെ എനിക്ക് കൊടുക്കാൻ സാധിച്ചുള്ളൂ. എന്റെ അണ്ണന് ഒരു ജീവിതം കൊടുത്തൂടെ? എനിക്ക് വേണ്ടി